കഥയുടെ തുടക്കത്തിൽ ഞങ്ങളൊരു യുവദമ്പതികളായ മാറ്റും നാദിയയും കാണുന്നു. അവർ തങ്ങളുടെ പുതിയ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുകയാണ്. ഈ വീടൊരു ശൂന്യമായ പ്രദേശത്താണ്. ചുറ്റും മറ്റൊരു വീടോ ജനവാസമോ ഇല്ല. നഗരത്തിന്റെ കോലാഹലത്തിൽ നിന്നും അടുത്ത മാറ്റിനും നാദിയയ്ക്കും ഇത്തരമൊരു ശാന്തമായ വീട് വേണമായിരുന്നു. ഈ മനോഹരമായ വീട് മാറ്റിന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചു. ഇരുവരും വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ വീട് വളരെ മോശം അവസ്ഥയിലാണ്. പല വർഷങ്ങളായി ഈ വീട് ശൂന്യമായി കിടക്കുന്നതുപോലെ. അതിനാൽ ഇരുവരും വീട് വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അനാവശ്യ സാധനങ്ങൾ മാറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങുന്നു. അടുക്കള വൃത്തിയാക്കുമ്പോൾ നാദിയയ്ക്ക് ഒരു മരിച്ച പക്ഷി കാണാൻ കഴിയുന്നു. അതിനെ സംസ്കരിക്കാൻ അവൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അപ്പോഴേക്കും മുകളിലെ ജനാലയിൽ നിന്ന് മാറ്റ് നാദിയയെ വിളിക്കുന്നു. നാദിയയുടെ ശ്രദ്ധ മുകളിലെ മാറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്നു. അവൾ തിരിച്ചാ പക്ഷിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ പക്ഷി അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് കണ്ട നാദിയയ്ക്ക് എന്തോ വിചിത്രമായി തോന്നുന്നു. പെട്ടെന്ന് ആ പക്ഷി എവിടെ പോയി എന്ന് ചിന്തിക്കുന്നു. മറുവശത്ത് മാറ്റിനും ഭിത്തിയിൽ എന്തോ വിചിത്രമായ കാര്യം കാണാൻ കഴിയുന്നു. അത് കാണാൻ വാൾപേപ്പർ കീറി മാറ്റുന്നു. അവിടെ മാറ്റിനൊരു വലിയ വാതിൽ കാണാൻ കഴിയുന്നു. അത് തുറക്കാൻ ചാവി വേണമായിരുന്നു. ഇപ്പോൾ മാറ്റ് ആ വാതിലിന്റെ ചാവി തിരയാൻ തുടങ്ങുന്നു. പുറത്തു വലിച്ചെറിഞ്ഞ കബാഡിൽ ചാവി ലഭിക്കുന്നു. അതിനുശേഷം അവൻ ചാവി വാതിലിന്റെ ദ്വാരത്തിലിട്ട് വാതിൽ തുറക്കുന്നു. ഇവിടെ നാദിയയും എത്തുന്നു. ഇരുവരും കാണുന്നത് അകത്ത് കറുത്ത ആഴമേറിയ ഇരുട്ടുള്ള മുറിയാണ്. ഇരുവരും ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നതോടെ പുറത്തെ ലൈറ്റുകൾ പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ട ഇരുവർക്കും എന്തോ തെറ്റ് തോന്നുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ മാറ്റ് പറയുന്നു, നമുക്കൊരു ഇലക്ട്രീഷ്യനെ വിളിക്കണം. ഇത് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. നാദിയ ആ മുറിയോട് ചേർന്ന് ഒറ്റയ്ക്ക് അവശേഷിക്കുന്നു. നാദിയ ഇപ്പോൾ ചിന്തിക്കുന്നു, ഈ മുറിയിൽ പോകണോ അതോ വേണ്ടയോ. പക്ഷേ നാദിയയ്ക്ക് എന്തോ വിചിത്രമായ ഭയം തോന്നുന്നു. അതിനാൽ അവളും മാറ്റിന്റെ പിന്നാലെ പോകുന്നു. ഇങ്ങനെ രാത്രി കടന്നുപോകുന്നു. അടുത്ത ദിവസം നാദിയ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരു ഇലക്ട്രീഷ്യൻ വരുന്നു. അവൻ വീടിന്റെ ലൈറ്റുകൾ പരിശോധിക്കുമ്പോൾ താഴത്തെ ബേസ്മെന്റിലെത്തുന്നു. അവിടുത്തെ കാഴ്ച കണ്ട് അവൻ അമ്പരന്നു പോകുന്നു. കാരണം മുഴുവൻ ബേസ്മെന്റും ഇലക്ട്രിക് വയറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വയറുകളില്ലാത്ത ഒരു കോണുമില്ല. ഈ വയറുകൾ വളരെ പഴയകാലത്തുള്ളതായി തോന്നുന്നു. ഇലക്ട്രീഷ്യനും പറയുന്നു, ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തായാലും ഇലക്ട്രീഷ്യൻ ഏതാണ്ട് വീടിന്റെ ലൈറ്റ് ഓണാക്കി പോകാൻ തുടങ്ങുന്നു. പോകുമ്പോൾ അവൻ മാറ്റിനോട് പറയുന്നു, നിങ്ങൾ ഈ വീട് എന്തിനാണ് വാങ്ങിയത്? ഈ വീടിന്റെ ആദ്യ ഉടമസ്ഥന്റെ കൊലപാതകം ഈ വീട്ടിലാണ് നടന്നത്. ആ ദിവസത്തിന് ശേഷം ആരും ഈ വീട്ടിൽ താമസിക്കാൻ തയ്യാറായില്ല. ഇത് കേട്ട മാറ്റ് വളരെ ഭയന്നു പോകുന്നു. ഈ വീടിനെക്കുറിച്ച് ഗവേഷണം തുടങ്ങുന്നു. ഗവേഷണത്തിനിടെ ഇന്റർനെറ്റിൽ മാറ്റിന് ഒരു പഴയ വാർത്താലേഖനത്തിൽ തോംസൺ കുടുംബത്തിന്റെ വിവരം ലഭിക്കുന്നു. അതൊരു ദമ്പതികളായിരുന്നു. ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ദമ്പതികളെ അവരുടെ സ്വന്തം മകൻ കൊന്നു എന്നാണ്. അവന്റെ പേര് ജോൺ. അന്വേഷണത്തിനിടെ ജോൺ പോലീസിനോട് പറയുന്നു, എന്നിൽ നിന്ന് ഈ കൊലപാതകം ഈ വീട് ചെയ്യിച്ചു. ഇത് കണ്ട മാറ്റിനെ ഇതൊരു കള്ളക്കഥയായി തോന്നുന്നു. നിരവധി മണിക്കൂറുകൾ ഗവേഷണം ചെയ്ത ശേഷം അവൻ ക്ഷീണിക്കുന്നു. പിന്നെ തന്റെ ഭാര്യയോട് മറച്ചുവെച്ച് ആ ഇരുണ്ട മുറിയിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങുന്നു. കുപ്പിയിൽ മദ്യം 2 വാക്ക് മാത്രം ബാക്കിയുണ്ടായിരുന്നു. അത് കുടിച്ച് അവൻ കുപ്പി ശൂന്യമാക്കുന്നു. മനസ്സിൽ ചിന്തിക്കുന്നു, ആഹാ, ഒരു കുപ്പി കൂടി കിട്ടിയിരുന്നെങ്കിൽ. അപ്പോഴേക്കും പെട്ടെന്ന് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ചു നേരത്തേക്ക് ലൈറ്റ് പോകുന്നു. വീണ്ടും ലൈറ്റ് വരുമ്പോൾ അവന്റെ മുന്നിൽ ഒരു മദ്യക്കുപ്പി കിടക്കുന്നു. ഇത് കണ്ട് അവന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അവൻ ആ കുപ്പി തൊട്ട് പരിശോധിക്കുമ്പോൾ അത് യഥാർത്ഥ കുപ്പിയാണെന്ന് മനസ്സിലാകുന്നു. അതായത് ഈ മുറി ഏത് ആഗ്രഹവും നിറവേറ്റാൻ കഴിവുണ്ട്. അടുത്ത രാവിലെ നാദിയ ഉറക്കത്തിൽ നിന്നുണരുന്നു. അവൾ കാണുന്നത് മാറ്റ് ഇവിടെ ഇല്ല എന്നാണ്. അതിനാൽ മാറ്റിനെ തിരയാൻ ആ മുറിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അവൾ കാണുന്നത് മുഴുവൻ മുറിയും വിലയേറിയ പെയിന്റിങ്ങുകളും പുതിയ സാധനങ്ങളും നിറഞ്ഞിരിക്കുന്നു. മാറ്റ് വളരെ സന്തോഷവാനാണ്. മാറ്റ് നാദിയോട് പറയുന്നു, ഈ മുറിയിൽ ഏതാഗ്രഹവും നിറവേറ്റാൻ കഴിവുണ്ട്. അവൻ നാദിയോട് പറയുന്നു, നിനക്ക് എന്തു വേണമെങ്കിലും ഹൃദയത്തോട് ആഗ്രഹിക്കൂ, അത് നിന്റെ മുന്നിൽ ഹാജരാകും. ഇത് കേട്ട നാദിയയ്ക്ക് മാറ്റിന്റെ വാക്കുകൾ തമാശയായി തോന്നുന്നു. അതിനാൽ അവൾ മാറ്റിനെ ചിരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ മാറ്റ് പറയുന്നു, നീ ഒരു തവണ ട്രൈ ചെയ്തു നോക്ക്. അപ്പോൾ നാദിയ പറയുന്നു, ശരി, എനിക്കിപ്പോൾ ജോലി വേണം, അതിനാൽ ഞാനത് ആഗ്രഹിക്കാം. അപ്പോൾ മാറ്റ് അവളെ വിശദീകരിക്കുന്നു, ഈ മുറി ജോലി തരില്ല, നീ ഇതിൽ നിന്ന് ഏതെങ്കിലും വസ്തു ആഗ്രഹിക്കേ. അതിനുശേഷം നാദിയ കണ്ണുകളടച്ച് $1000 ആഗ്രഹം ചെയ്യുന്നു. കണ്ണുമിറുക്കുന്നതിനു മുമ്പ് അവരുടെ അടുത്ത് $1000 വരുന്നു. പക്ഷെ ഇപ്പോഴും നാദിയയ്ക്ക് പൂർണ്ണ വിശ്വാസമില്ല. അതിനാൽ അവൾ വീണ്ടും $1 മില്യൺ ആഗ്രഹം ചെയ്യുന്നു. മുമ്പത്തെ പോലെ ഇത്തവണയും അവർക്ക് $1 മില്യൺ ലഭിക്കുന്നു. ഇപ്പോൾ നാദിയയ്ക്കും വിശ്വാസമാകുന്നു, ഈ മുറി സാധാരണ മുറിയല്ല, മറിച്ച് ഓരോ ആഗ്രഹവും നിറവേറ്റുന്ന മുറിയാണ്. പിന്നെ എന്തു ചെയ്യാം? ഇരുവരും ആ മുറിയിൽ നിന്ന് ഒന്നിനു പിന്നാലെയായി വിലയേറിയ സാധനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് അവരുടെ മുന്നിൽ ഹാജരാകുന്നു. ഇരുവരും വിലയേറിയ വൈനുകൾ, എക്സ്പെൻസീവ് വസ്ത്രങ്ങൾ, ഡയമണ്ട്, സ്വർണം, ഭക്ഷണപാനീയങ്ങൾ, ധാരാളം പണം എന്നിവ ശേഖരിക്കുന്നു. ഇരുവരും രാത്രി കൊണ്ട് മില്യണയറുകളാകുന്നു. സന്തോഷത്തോടെ അവരുടെ ജീവിതം കടന്നുപോകാൻ തുടങ്ങുന്നു. രാത്രിയിൽ നാദിയ
മറിയ മാറ്റിനോട് ചോദിക്കുന്നു, ഈ മുറി നമ്മുടെ ഇത്രയധികം ആഗ്രഹങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു? പക്ഷേ മാറ്റ് പറയുന്നു, നമുക്കിതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കേണ്ടതില്ല, നമുക്ക് ആസ്വദിക്കുക മാത്രം. ഇങ്ങനെ ഇരുവരും അടുത്ത നിരവധി ദിവസങ്ങൾ ബില്യണീറുകളുടെ പോലെ ജീവിതം നയിക്കുന്നു. ഓരോ തവണയും അവരുടെ ഏത് ആഗ്രഹവും ഉണ്ടാകുമ്പോഴും ലൈറ്റുകൾ ടിംടിമിക്കുകയും ബേസ്മെന്റിലെ ആ മുറിയിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഉടനടി നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണുവാൻ പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യുക.